നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ജൂൺ മാസം വളരെ നല്ല ഫലങ്ങളാണ് ഉത്രം നക്ഷത്ര ജാതർക്കുള്ളത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും മാറി നിങ്ങൾക്ക് രാജസമാനമായ അഭിവൃദ്ധിയും സുഖസൗകര്യങ്ങളുമാണ് കൈവരുന്നത്. നിങ്ങളെ വളരെയധികം ഭാഗ്യം തുണയ്ക്കുന്ന സമയം കൂടിയാണിത്. വ്യാപാരത്തിൽ ലാഭം, തൊഴിൽ നേട്ടം, ധനനേട്ടം എന്നിവയൊക്കെ ഉത്രം നക്ഷത്ര ജാതർക്ക് ഫലമായി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്കാകട്ടെ തങ്ങളുടെ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്നു. ജൂൺ മാസത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങളുടെ ജോലിയിൽ ആഗ്രഹിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ബഹുമാനവും പ്രശസ്തിയും വർദ്ധിക്കുന്നു. വൻ സാമ്പത്തിക നേട്ടത്തിന് അവസരമുണ്ടാകുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധി, വിവേകം, സംസാരം എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ ജോലികളും പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നതായി കാണുന്നു. ജോലിയിലും ബിസിനസ്സിലും പുരോഗതി കൈവരിക്കുവാൻ ധാരാളം അവസരങ്ങൾ വരുന്നതാണ്. തൊഴിലന്വേഷകർക്ക് വളരെ പെട്ടെന്ന് തന്നെ തൊഴിൽ ലഭിക്കുന്നതാണ്. ഈ കാലയളവിൽ വിവിധ പുണ്യസ്ഥലങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കുമുള്ള തീർത്ഥാടനത്തിന് നിങ്ങൾക്ക് അവസരങ്ങളുണ്ടാകുന്നു. വിദേശത്ത് തൊഴിലിനും ബിസിനസ്സിനും വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവരുടെ വഴിയിൽ നിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങി ആഗ്രഹപൂർത്തീകരണം സാധ്യമാവുന്നു. നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് പ്രത്യേക പിന്തുണ ലഭിക്കുന്നതാണ്. കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം നേടുന്നതിൽ വിജയിക്കുന്നു. സമൂഹത്തിലുള്ള ആദരവ് വർദ്ധിക്കുന്നു. ക്രയവിക്രയങ്ങളിൽ ലാഭമുണ്ടാകുന്നു. ബിസിനസ് വിപുലീകരണത്തിനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതാണ്. നിങ്ങളുടെ സഹോദര സ്ഥാനീയരുടെ ഭാഗത്തു നിന്ന് നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ്. ആരോഗ്യം സാധാരണ നിലയിലായിരിക്കും. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിട്ടുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഗൃഹത്തിലും പുറത്തുമുള്ള എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുള്ള സമയമാണ്. ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് താമസം മാറണമെന്ന നിങ്ങളുടെ ദീർഘകാലമായി ഉണ്ടായിരുന്ന ആഗ്രഹം സഫലമാകുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ജൂൺ മാസത്തിൻ്റെ 2ാം വാരത്തിൽ കുടുംബത്തോടൊപ്പമുള്ള പെട്ടെന്നുള്ള ചില സന്തോഷപ്രധാനങ്ങളായ യാത്രകൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ കർമ്മമണ്ഡല രംഗങ്ങളിൽ വളരെയധികം വിജയം ലഭിക്കുന്ന സമയമാണ്. സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ ഒരു വലിയ പ്രശ്നം പരിഹരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സമാധാനം നൽകുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ ലഭിക്കുന്നതാണ്. പൂർവിക സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു. കൃഷി, ഗതാഗത സംബന്ധമായ തൊഴിൽ, ബിസിനസ് എന്നിവ ചെയ്യുന്നവർക്കും ഈ ജൂൺ മാസം വളരെ അനുകൂലമാണ്. ജോലിക്കാർ ജൂൺ മാസത്തിൻ്റെ അവസാനത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം മോശം ആരോഗ്യം കാരണം നിങ്ങളുടെ ജോലിയെ ബാധിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വരാൻ പോകുന്ന വളരെ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. വിവാഹിതരാണെങ്കിൽ ദാമ്പത്യേതര ബന്ധങ്ങൾ മുഖേന ദാമ്പത്യ ബന്ധത്തിൽ ചില അലോസരങ്ങൾ കാണുന്നുണ്ട്. ജൂൺ മാസം ഉത്രനക്ഷത്രക്കാർക്ക് ഐശ്വര്യവും ഭാഗ്യവും സകല വിധത്തിലുമുള്ള ക്ഷേമാഭിവൃദ്ധികളുമാണ് പ്രദാനം ചെയ്യുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ നിന്നും പരിശ്രമത്തിൽ നിന്നും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉയർന്ന സ്ഥാനങ്ങളോ പ്രധാന ഉത്തരവാദിത്തങ്ങളോ ലഭിക്കുന്നതായാണ് കാണുന്നത്. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം പൂർവാധികം വർദ്ധിക്കുന്നതായിട്ടാണ് തെളിയുന്നത്. നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് യാത്ര നടത്തുന്നവർക്ക് വളരെ അനുകൂലമായാണ് കാണുന്നത്. തുടർ വിദ്യാഭ്യാസത്തിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജൂൺ മാസത്തിൻ്റെ അവസാന പകുതിയിൽ തന്നെ എല്ലാം അനുകൂലമായി വരുന്നുണ്ട്.
സർക്കാർ ജോലിക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ അധിക സമ്മർദ്ദം കാണുന്നു. അതുകൊണ്ട് തന്നെ വളരെ സംയമനത്തോടെ, ശ്രദ്ധയോടെ, സമാധാനത്തോടെ ജോലി ചെയ്ത് പൂർത്തിയാക്കേണ്ടതാണ്. ഉത്തരനക്ഷത്ര ജാതർക്ക് ജൂൺ മാസം ആഗ്രഹിച്ച വിജയവും സ്വപ്നങ്ങളുടെ പൂർത്തീകരണവും കരഗതമാവുന്നതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതാണ്. മാസാരംഭത്തിൽ തന്നെ ഏതെങ്കിലും മതപരമോ മംഗളകരമോ ആയ പരിപാടികൾ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഈ കാലയളവിൽ വിദൂരമായ ഒരു തീർത്ഥാടന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള ഭാഗ്യാവസരവും വരുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും ആളുകൾ പ്രശംസിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഉത്സാഹവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. ഇനി കിടപ്പുരോഗികൾക്കും ഗൃഹത്തിലെ വയോജനങ്ങൾക്കും മുതിർന്ന ആളുകൾക്കും ഈ മാസം പകുതിയോടെ തന്നെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം പുരോഗതി ദൃശ്യമാകുന്നതായി കാണാം. ഏതെങ്കിലും കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ തുടർ മാസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിവാഹിതരാണെങ്കിൽ ജൂൺ മാസം ആദ്യ പകുതിയിൽ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്നതാണ്. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയോടൊത്തുള്ള ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായി അനുഭവപ്പെടുന്ന സമയമാണ്. പൊതുവെ ജോലിസ്ഥലത്ത് സീനിയർമാരുമായും ജൂനിയർമാരുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതാണ്. അവരുടെ സഹായത്തോടെ നിങ്ങളുടെ എല്ലാ പ്രൊജക്റ്റുകളും കൃത്യസമയത്ത് പൂർത്തീകരിക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ സ്ഥാനവും പ്രശസ്തിയും വർദ്ധിക്കുന്നു. തൊഴിൽ ചെയ്യുന്നവർക്ക് ചില അധിക വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സമ്പത്തിൽ വർധന ഉണ്ടാവുന്നു. നിങ്ങൾക്ക് അസാധ്യമായ ജോലികൾ പോലും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. സ്വയം തൊഴിൽ, കച്ചവടം തുടങ്ങിയ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച ലാഭം ലഭിക്കുന്നതാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പരിപൂർണ പിന്തുണ ലഭിക്കുന്ന സമയമാണ്. തങ്ങളുടെ കുടുംബവുമായി സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് ചിലവഴിക്കുവാൻ സാധിക്കുന്നു. പങ്കാളിത്തത്തോടെ എക്സ്പോർട്ട്, ഇമ്പോർട്ട്, കോർപ്പറേറ്റ് വ്യവസായങ്ങൾ എന്നിവ ചെയ്യുന്നവർക്ക് സർക്കാർ തലത്തിലുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളുടെയും സഹകരണവും പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണാം. നിങ്ങൾ വിദേശത്തേക്ക് നിങ്ങളുടെ കർമ്മമണ്ഡലങ്ങൾ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഏറ്റവും അനുകൂലമായ സമയമാണ്. സർക്കാർ ജോലികൾക്കും സിവിൽ സർവീസ് തുടങ്ങിയ പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്നവർക്കും ഫലം പ്രതീക്ഷിക്കുന്നവർക്കും പ്രത്യേകിച്ച് ശുഭകരമായ വാർത്തകളും ഫലങ്ങളും ലഭിക്കുന്ന സമയമാണ് ഈ ജൂൺ ജൂലൈ മാസങ്ങൾ. ഇനി ബിസിനസ് ചെയ്യുന്നവർക്കും പ്രൈവറ്റ് ജോലിക്കാർക്കും ജോലി സംബന്ധമായി ചെറിയതോ ദീർഘദൂരമോ ആയ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. യാത്രക്കിടയിൽ സ്വാധീനമുള്ള നിരവധി ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. അവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് ലാഭകരമായ പദ്ധതികളിൽ ഏർപ്പെടുവാനോ ദീർഘകാലമായി ശേഷിക്കുന്ന ജോലികൾ പൂർത്തിയാക്കുവാനോ ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളകരമായ പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുന്നത്. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരമുണ്ടാകുന്നതാണ്. ശരിയായി ആലോചിച്ച് ആസൂത്രണം ചെയ്ത് ചെയ്യുന്ന ബിസിനസ്, കർമ്മമണ്ഡല സംബന്ധമായ എല്ലാ കാര്യങ്ങളും തന്നെ വളരെ വിജയകരമാവുകയും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ കരഗതമാവുന്നതായും അനുഭവയോഗ്യമാവുന്നതാണ്. സാമ്പത്തിക വീക്ഷണകോണിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ആഗ്രഹിച്ച വിജയം നേടുന്നതിന് ആളുകളുമായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിബന്ധങ്ങളെയും എളുപ്പത്തിൽ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ സമ്പാദിക്കുന്നതിൽ ചിലർ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കുവാൻ കോടതിയിൽ പോകേണ്ടി വരാം. അധികാരവും ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച വിജയം ലഭിക്കുന്നതായി കാണുന്നു. ആശയക്കുഴപ്പം മൂലം പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഒട്ടും വൈകാതെ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുവാൻ ശ്രമിക്കേണ്ടതാണ്.
ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ നിങ്ങളുടെ ജീവിത പങ്കാളി പിന്തുണയായി മാറുന്നത് വളരെ സന്തോഷവും സംതൃപ്തിയും തരുന്നു. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും കമ്മീഷൻ പ്രതിഫലമായുള്ള ജോലി ചെയ്യുന്നവർക്കും ജൂൺ മാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഫലം ലഭിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാവുന്ന സമയമാണ്. കൂടാതെ ഈശ്വരാനുകൂലം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മാസമാണ് ജൂൺ. ഗാർഹികമായുള്ള ബിസിനസ് നടത്തുന്നവർക്കും ഡോക്ടർ, എഞ്ചിനീയർമാർ, മറ്റ് കൺസൾട്ടേഷൻ സംബന്ധമായ ജോലിയുള്ളവർക്കും പ്രൊഫഷണൽ ആളുകൾക്കും ഈ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിപണിയിൽ ആധിപത്യം വർദ്ധിക്കുകയും തങ്ങൾ ആഗ്രഹിച്ച ലാഭം തന്നെ നേടുവാനുള്ള അവസരവും വന്നു ചേരുന്നു. അതുപോലെ തന്നെ വിവിധ കരാറുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജൂൺ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ചില വലിയ പ്രൊജക്റ്റുകൾ ലഭിക്കുന്നതാണ്. ഇനി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ജൂൺ മാസം 15 കഴിഞ്ഞാൽ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇവർക്ക് പ്രത്യേക പദവിയോ ഉത്തരവാദിത്തമോ ലഭിച്ചേക്കാം. ഭരിക്കുന്ന സർക്കാരിലോ പാർട്ടിയിലോ അവരുടെ ബഹുമാനവും ആദരവും വർദ്ധിക്കുന്നതാണ്. ജനപിന്തുണ വർദ്ധിക്കുന്നതായി കാണുന്നു. ഇനി നിങ്ങളുടെ താമസ സ്ഥാനം മാറുവാനായി ചിന്തിച്ചിരുന്ന ആളുകളാണെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലായി ആഗ്രഹ പൂർത്തീകരണം കാണുന്നുണ്ട്. വലിയ തോതിൽ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ ഈ കാലയളവിൽ പണമിടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധ കരുതേണ്ടതുണ്ട്. അപകട സാധ്യതയുള്ള ഏതെങ്കിലും പദ്ധതിയിലോ ബിസിനസ്സിലോ പണം നിക്ഷേപിക്കുന്നത് തീർച്ചയായും ഒഴിവാക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന സന്താനങ്ങളുമായോ സഹോദര സ്ഥാനീയരുമായോ മറ്റു കുടുംബാംഗങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ആശയപരമായ വ്യത്യാസങ്ങൾ, അഭിപ്രായ ഭിന്നതകളെല്ലാം കുടുംബ ഭിന്നതയ്ക്ക് കാരണമാകുവാൻ സാധ്യതയുള്ളതിനാൽ ഇക്കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. തിങ്കളാഴ്ച ദിവസങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമവും ഫലദായകവുമാണ്. ജാതിമതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവൈശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.